വലിയ തുക ശമ്പളമായി ലഭിക്കുന്നുണ്ടെങ്കിലും കേരളത്തിലെ ചില സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി വാങ്ങാതെ ഉറക്കം വരില്ല എന്ന അവസ്ഥയുണ്ട്. കഴിഞ്ഞ 10 കൊല്ലത്തിനിടെ 283 സർക്കാർ ഉദ്യോഗസ്ഥരാണ് കൈക്കൂലി കേസിൽ പിടിയിലായത്. 2025 തുടങ്ങി 2 മാസമാകുമ്പോഴേക്കും 10-ലധികം ഉദ്യോഗസ്ഥരെയാണ് വിജിലൻസ് പിടികൂടിയത്. എറണാകുളം RTOയുടെ കയ്യിൽ നിന്ന് വിജിലൻസ് പിടികൂടിയത് 60,000 രൂപ. വീട്ടിൽ 1 ലക്ഷത്തിലധികം രൂപ വിലമതിക്കുന്ന വലിയ മദ്യശേഖരം. ഇത്രയേറെ ശമ്പളമൊക്കെ ഉണ്ടായിട്ടും ഈ സർക്കാർ ഉദ്യോഗസ്ഥർ എന്തിനാണ് കൈക്കൂലി വാങ്ങുന്നത്? (2014) മുതൽ 2024 വരെയുള്ള കണക്ക് പ്രകാരം കൈക്കൂലി വാങ്ങി വിജിലൻസ് പിടിയിലായ സർക്കാർ ജീവനക്കാരുടെ എണ്ണം 283. അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു കുടുങ്ങിയവർ 184. തദ്ദേശ സ്ഥാപനങ്ങളിലെ ജീവനക്കാരാണ് പട്ടികയിൽ ഏറെയുമുള്ളത്. സംസ്ഥാനത്ത് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ പിടിക്കപ്പെട്ട കൈക്കൂലിക്കാരായ ഉദ്യോഗസ്ഥരുടെ കണക്കൊന്ന് നോക്കാം ജില്ല തിരിച്ച്. ഏറ്റവും മുന്നിൽ കോട്ടയമാണ് 45 പേർ. തിരുവനന്തപുരം തൊട്ടു പിന്നാലെയുണ്ട് 33 പേർ. മലപ്പുറത്ത് 23 പേർ. എറണാകുളത്ത് 33 പേർ. അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് എറണാകുളത്ത് പിടിയിലായത് 71 ഉദ്യോഗസ്ഥർ. തിരുവനന്തപുരത്ത് 55 പേർ. വിവരാവകാശ രേഖ പ്രകാരം ലഭിച്ച കണക്കാണിത്. കൈക്കൂലി മേടിച്ചവരുടെ എണ്ണം 283 ആണെങ്കിലും ശിക്ഷിക്കപ്പെട്ടത് 8 പേർ മാത്രം. ഒരാവേശത്തിന്റെ മുകളിൽ കൈക്കൂലി കൊടുത്ത് പിടിപ്പിക്കുകയും അതേസമയത്ത് ആ കേസിന്റെ അവസാനം വരെ പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിൽക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നതിനാൽ ശിക്ഷിക്കപ്പെടാതെ പോകുന്നവരുടെ എണ്ണം വളരെ കൂടുതലായി മാറുന്നു. പിന്നെ പുറത്ത് കേസ് ഒത്തുതീർപ്പിലാക്കുന്ന ഒരു രീതിയും ഇപ്പോൾ വളരെയധികം കൂടി വരുന്നതായിട്ടാണ് വിജിലൻസിലെ തന്നെ ഉദ്യോഗസ്ഥർ ഞങ്ങളെപ്പോലുള്ളവരോട് പറയുന്നത്. റവന്യൂ വകുപ്പിന് പുറമെ പോലീസ്, എക്സൈസ്, പൊതുമരാമത്ത്, മലിനീകരണ നിയന്ത്രണ ബോർഡ് എന്നിവിടങ്ങളിലെ കൈക്കൂലിക്കാർക്കും പിടിവീണിട്ടുണ്ട്. അഴിമതി, കൈക്കൂലി എന്നിവ സംബന്ധിച്ച് പൊതുജനങ്ങൾക്ക് പരാതി അറിയിക്കുന്നതിനായി 1064 എന്ന ടോൾ ഫ്രീ നമ്പർ നിലവിലുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥരെല്ലാവരും കൈക്കൂലിക്കാരാണ്, അഴിമതിക്കാരാണ് എന്നൊരു ധാരണ ആർക്കുമില്ല. ഓരോ ഫയലും ഓരോ ജീവിതമാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ വാക്കുകളെങ്കിലും ഈ കൈക്കൂലി വാങ്ങുന്ന ഉദ്യോഗസ്ഥർ കേൾക്കണം. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24.